ഒന്ന് നിന്നേ. ഇതും കൂടി കൊണ്ടുപോക്കോ. കല്യാണം ഞങ്ങളങ്ങ് തീരുമാനിച്ചു കലാവതി. എത്രയും പെട്ടെന്ന് ഞങ്ങളത് നടത്തും. നല്ല കാര്യം. അത് ശരി, അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടായിരുന്നോ അല്ലേ? ആദ്യം അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ. അമൃതയ്ക്കും താല്പര്യമാണ് അല്ലേ? ഒന്നിച്ച് വളർന്ന പിള്ളേരല്ലേ. പെണ്ണിന് നേരത്തെ അവനോട് വലിയ താല്പര്യ. പുളിങ്കൊമ്പിലല്ലേ കേറി പിടിച്ചത്. വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു ഹോട്ടലുകാരിക്ക് കിട്ടാൻ പോകുന്നതേ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ അല്ലേ. അവന് ജോലിയുള്ള ഒരു പെണ്ണിനെയായിരുന്നു താല്പര്യം. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ അവ സമ്മതിച്ചത്. അയ്യോ, എന്തിനാ നിർബന്ധിച്ചത്? അവന്റെ ഇഷ്ടത്തിന് വിടുന്നതായിരുന്നില്ലേ നല്ലത്? ആദ്യം എന്റെ മനസ്സിലും അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ ഇത് തന്നെ നടത്തുന്നതാ നല്ലതെന്ന് തോന്നി. എന്ന് വെച്ച കണ്ണായ സ്ഥലത്തല്ലേ അവളുടെ ഹോട്ടൽ ഇരിക്കുന്നേ. ഇപ്പോ 1 ഏക്കറുണ്ട്. കോടികളുടെ വില മതിക്കില്ലേ അതിന്? അമൃതയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ, 5 പേർക്കും കൂടി ഉള്ളതല്ലേ. കല്യാണം ഒന്ന് കഴിയട്ടെ കലാവതി. ഓഹരിയും കാര്യമൊക്കെ പിന്നെ ഞാൻ തീരുമാനിക്കും. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഒറ്റക്കെട്ടാ വരും. അതെനിക്കറിയാം. ആ കെട്ട് പൊട്ടിക്കണം. അത് പറയാനും കൂടിയിട്ടാ ഞാൻ കലാവതിയെ അത്യാവശ്യമായി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അനിയത്തിമാരെ 4നെയും അമൃതയിൽ നിന്നും അകറ്റണം. അതിന് കലാവതിയുടെ സഹായം എനിക്ക് വേണം. അതെന്റെയും കൂടി ആവശ്യം അംബികെ. 4 എണ്ണത്തിനെയും തെരുവിലിറക്കണം എനിക്ക്. എന്നുവെച്ച് നിന്റെ മോൻ അമൃതയെ കല്യാണം കഴിക്കില്ല. അത് മുടക്കും ഞാൻ. എന്റെ മഹീന്ദ്രനുള്ള പെണ്ണാവള്. കലാവതി എന്താ ആലോചിക്കുന്നത്? നിനക്കും അവരോട് പകയുള്ളതല്ലേ? എന്നാലാവുന്നത് ഞാൻ സഹായിക്കാം. പഞ്ചരത്നം ഇല്ലാതാവണം. 5 വഴിക്കാവണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറ. ആ അനിയത്തിമാര് പിള്ളേരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കണം. എങ്ങനെ? അതിന്റെ തുടക്കം ഞാൻ ഇട്ടുതരാം. പിന്നെ കാര്യങ്ങൾ നീക്കാൻ അംബികയ്ക്ക് പറ്റും. പറ്റിക്കും ഞാൻ. ഇക്കാര്യത്തില് തൽക്കാലം നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് അംബികയെ. അത് കഴിഞ്ഞ് അടുത്ത ചെക്ക് ഞാൻ നിന്റെ മോന് വെക്കും. കലാവതി ഇല്ലേ ഇവിടെ? ഞാൻ ആരാ എന്താന്നൊക്കെ ഉള്ളത് തനിക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. ആദ്യം അവളെ വിളിക്കാം. ആള് വന്നല്ലോ. ഇവനേതാ കലാവതി? അയ്യോ, ഇവനാണ് ചന്ദ്ര. പഞ്ചരത്നത്തിലെ 5ന്റെ ഇപ്പോഴത്തെ രക്ഷകൻ അഭിമന്യു. ഓ, അതിവനാണോ? എന്റെ മക്കളോട്
എന്നേക്കാൾ വാത്സല്യമുള്ളവൻ. താൻ ആ പറഞ്ഞത് നേരാ. ഒന്നാം തരത്തില് വാത്സല്യം കൊണ്ട് കിടക്കുന്ന ഒരു ഏട്ടന് പഞ്ചരത്നത്തിലെ കുട്ടികൾക്ക് ഞാൻ. കുട്ടികളെന്നൊന്നും പറയാതെ ചെറുക്ക, നല്ല പ്രായം 5 എണ്ണത്തിനും. നേരത്തിനും കാലത്തിനും കെട്ടിച്ചാലേ 5 എണ്ണത്തിനും കുട്ടികളാവും. കലാവതി, നിന്റെ ഈ മോശപ്പെട്ട നാക്ക് വെച്ചിട്ടേ വല്ലാതെ അലക്കാൻ നിൽക്കല്ലേ. കുടുംബത്തിൽ പറഞ്ഞവരെ നേർക്ക് നേരെ കണ്ടിട്ടില്ലാത്ത നിനക്കേ അന്തസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നേരിട്ട് കണ്ട് താക്കീത് തന്നിട്ട് പോന്നതാണല്ലോ ഞാൻ. എന്നിട്ടും ഈ രാത്രി എന്ത് ധൈര്യത്തിലാ എന്റെ വീട്ടിലേക്ക് കയറി വന്നത്? അന്ന് എന്നെ വിളിച്ചു വരുത്തി നീ ഭീഷണിപ്പെടുത്തി പോയപ്പോ ഇത്തിരി സമയമെടുത്ത് നിന്നെ ഞാനൊന്ന് അടിമുടി പഠിച്ചു. തായ് വഴിയിൽ എവിടെയോ കൊട്ടാരം മേശിരി പണിക്കാർക്ക് തുല്യം ചാർത്തി കിട്ടിയ മേലെ മാളികപ്പുരയ്ക്കൽ എന്ന് പറയുന്ന നിന്റെ വീട്ടുപേരിൽ നിന്നും തുടങ്ങി എന്റെ പഠനം. അവിടെ തളിയും അടിച്ചു തളിയും അടിത്താറ് കഴുകലുമായിട്ട് നിന്റെ അമ്മുമ്മ കുഞ്ചിത്തള്ള മുതല് നിന്റെ തള്ളയും പിന്നെ നീ ഉൾപ്പെടുന്ന പിൻതലമുറക്കാരുടെ തേപ്പിന്റെയും തേച്ചൊട്ടിപ്പിന്റെയും നാറിയ കഥകൾ മുഴുവൻ ഞാൻ അറിഞ്ഞു. കുടുംബത്തിൽ കയറി വന്നു നീ മര്യാദയ്ക്ക് സംസാരിക്കണം. തന്റെ കാര്യമല്ലടോ ഞാൻ പറഞ്ഞതേ, ഇവളുടെ അമ്മയുടെയും അമ്മുമ്മയുടെയും കഥ. ചുമ്മാതല്ല കലാവതി, ഇളമുറക്കാരിയായ നീ ഇത്ര കേമിയായി പോയത്. പാരമ്പര്യം കേമം. പണ്ട് എന്റെ നേർക്ക് നേരെ നിന്ന് ഇങ്ങനെ കുറച്ചവനെയൊക്കെ തൊഴിച്ചെറിഞ്ഞവളാ ഈ കലാവതി. ഇന്നും അതിന് മടിക്കില്ല ഞാൻ. ഇറങ്ങി പോകുന്നതാ നിനക്ക് നല്ലത്. അറിഞ്ഞു നിന്റെ വീരസാഹസിക കഥകൾ ഉൾപ്പെടെ. പക്ഷേ അത് അന്തക്കാലം. എന്നോടാ അഭ്യാസം ഇറക്കുന്നതിന് മുമ്പ് നീ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. പഞ്ചരത്നത്തിന് തണലായിട്ട് ഞാൻ വരുമെന്നുള്ളതല്ലേ ഇപ്പോഴത്തെ നിന്റെ പേടി. അതുകൊണ്ടല്ലേ പാമ്പാണെന്ന് പറഞ്ഞ് ഓലപ്പാമ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചത്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഒരാവശ്യം വന്ന പഞ്ചരത്നത്തിൽ ഉണ്ടാവും ഞാൻ. അവർക്കൊരാളായിട്ട്, കാവലാളായിട്ട്. ഇന്നിവിടെ അമ്പലത്തിൽ വെച്ച് അഭിമന്യുവിന്റെ അമ്മയും അനിയത്തെയും കണ്ടിരുന്നു ഞാൻ. അവരെന്നെ തിരിച്ചറിഞ്ഞു. കുറച്ചധികം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ അഭിമന്യുവിനെ വിളിച്ചതും കാണുന്നു പറഞ്ഞതും. എന്താ കാര്യം? അവരെന്താ പറഞ്ഞത്? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നു. ഒരുപാടൊന്നും സംസാരിച്ചില്ല. പക്ഷേ അനിയത്തി എന്നെ കുറെ കുറ്റപ്പെടുത്തി. മനഃപൂർവ്വമായിട്ടല്ല, പക്ഷേ അവളുടെ മനസ്സിലെ സങ്കട എന്നോട് കാട്ടിയത്. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഏട്ടനെ അവള്. അനിയത്തിയെ പറഞ്ഞത് മറ്റൊരു കല്യാണം തീരുമാനിച്ചിട്ടും ആ പെണ്ണിന് മനസ്സ് കൊടുക്കാൻ അഭിമന്യുവിന് കഴിഞ്ഞിട്ടില്ലാന്ന്. ഇപ്പോഴും ഞാനായി മനസ്സിലെന്ന. അല്ലാന്ന് പറഞ്ഞ കള്ളമാവും. മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. ശ്രമിക്കണ്ട. മറക്കാൻ ശ്രമിക്കും തോറും ഓർത്തുകൊണ്ടേയിരിക്കും. അതാ ചില നല്ല ഓർമ്മകളുടെ കുഴപ്പം. നമുക്കിടയില് വളരെ കുറച്ചു കാലം കൊണ്ട് ഇണക്കവും പിണക്കവും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. ഇന്ന് വെച്ച് നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. എന്നെ പോലെ തന്നെയാ മറ്റൊരു പെണ്ണും. ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാവും. കതിർ മണ്ഡപത്തിലേക്ക് വരിക. കഴുത്തിൽ വീഴുന്ന താലി അവൾക്കൊരു സുരക്ഷയാണ്. ഭർത്താവെന്ന് പറയുന്നത് പെണ്ണിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. ആ സ്വപ്നങ്ങള് പൊലിഞ്ഞു പോവരുത് അഭിമന്യു. അവളുടെ കണ്ണ് നനയാൻ ഇടവരരുത്. എനിക്ക് ആരെയും വേദനിപ്പിക്കുന്ന ഒരു ശീലമില്ല. തമാശയ്ക്ക് എന്തെങ്കിലും കുറുമ്പുകളൊക്കെ കാണിക്കുമെങ്കിലും കണ്ണീര് കാണാൻ പറ്റാത്തൊരു മനസ്സുണ്ട് എനിക്ക്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാ.
അതുകൊണ്ട് എനിക്കുറപ്പുണ്ട് അഭിമന്യുവിന്റെ ഭാര്യയാവുന്നവൾ ഭാഗ്യം ചെയ്ത പെണ്ണ. ഞാൻ കാരണം അവൾക്കൊരിറ്റ സ്നേഹം പോലെ നഷ്ടപ്പെടരുത്. അത് ഈ അമ്പലത്തിന് മുന്നിൽ വെച്ച് അഭിമന്യു എനിക്ക് വാക്ക് തരണം. വാക്ക്. അറിയാലോ, വാക്ക് പറഞ്ഞാ അത് തെറ്റിക്കാത്തവരാ നമ്മൾ രണ്ടുപേരും. മനസ്സുകൊണ്ട് അഭിമന്യുവിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ആ, ഡോക്ടറിനെ തിരക്കിന്ന് പറഞ്ഞു. എന്താ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പിന്നെന്താ പോകാത്തത്? ഒരു പേഷ്യന്റ് സെഡേഷനില. ഉണരുന്നത് വരെ ഡ്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അനഘയ്ക്ക് ആരാ? അജ്ഞാതനായ ഒരു ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ അങ്ങനെ ആരുമില്ല. ഡോണ്ട് മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മീ. നടന്നതെല്ലാം അനഘയ്ക്ക് അറിയാം. അതൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഓൺ തിങ്, ഇവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി വിതിൻ സെക്കൻഡ്സ്. എനിക്കെതിരെ ഇവിടെ വെച്ച് തന്നെ ഒരു ആക്രമണം ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ അത് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരാളായിരിക്കണം. അതർവൈസ് നീ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരാളായിരിക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ, എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞു എന്നെ വിഡ്ഢിയാക്കരുതെന്ന്. ആരാടി നിന്റെ ആ അവതാരം? സർ, എഡി പൊടിന്നൊന്നും വിളിക്കരുത്. ഓ, എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാ? ഹാ, എന്നെ ഡോക്ടറെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഗതികേട് കൊണ്ടാ ഞാൻ റിയാക്ട് ചെയ്തത്. ഹാ, അത് കഴിഞ്ഞ് ഞാൻ എത്ര കരഞ്ഞെന്നറിയോ? ഓ, ഇപ്പോഴും എനിക്ക് ഷോക്ക് മാറിയിട്ടില്ല. ആ, നിന്റെ ഈ അഭിനയം കൊള്ളാം. ദേ, അവനാരായാലും എന്റെ കയ്യിൽ വന്ന് പെടും. പറഞ്ഞേക്ക്, അവനെ ഞാൻ കോടതി കയറ്റും. എനിക്കിപ്പോഴും ഡോക്ടർ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ പേര് പറഞ്ഞ് ഡോക്ടർ ആരെങ്കിലും ഉപദ്രവിച്ചോ? അല്ല, മുഖത്തൊക്കെ എന്തോ ഇടികിട്ടി കരുനീലച്ച പാട് കിടക്കുന്നു. അവനെ ഞാൻ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ സ്വാധീനം നിനക്കറിയില്ല. അനുഭവിക്കും രണ്ടുപേരും. എനിക്ക് അത്തരം വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. ഡോക്ടർക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടാൻ പറ. നീ പറയുന്നതിന്റെ അഹങ്കാരമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ പിരിച്ചുവിട്ടാൽ അത് എനിക്ക് നാണക്കേടാ. നിനക്ക് ഇവിടെ തുടർന്നും ജോലി ചെയ്യാം, എന്റെ ശത്രുവായിട്ട്. പക്ഷേ ഒരവസരം വരുമ്പോ നിനക്ക് ഞാൻ കെണി ഒരുക്കും. അത് അവനോടും കൂടി പോയി പറഞ്ഞേക്ക്. ആരോട്? അതാ എനിക്കറിയാത്തത്. കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേണ്ട ഡോക്ടർ, ഞാൻ റിസൈൻ ചെയ്തോളാം. വേണ്ട, നീയേ ഇവിടെ തന്നെ ഉണ്ടാവണം, എന്റെ കൺമുന്നില്. എന്നുവെച്ചാ ഇത്രയും ശത്രുത ഉണ്ടായിട്ടും സാറിന് എന്നെ കാണണമെന്നാണോ? ഹേയ്, വേണ്ട, കാണാതെ ഞാൻ കണ്ടോളാം. കഴിവതും നീ എന്റെ മുന്നിൽ വരരുത്. നിന്റെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു.
നാളെ മുതലേ നിനക്ക് ഡേ ഡ്യൂട്ടിയാ. അയ്യോ ഡോക്ടറെ ചതിക്കരുത്. നൈറ്റ് ഡ്യൂട്ടിയുമായിട്ട് ഞാനൊന്ന് പൊരുത്തപ്പെട്ട് വരുമായിരുന്നു. Get out! I said get lost! ഇവിടെ വെച്ച് നിന്നെ കാണുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നന്നായി. കുറച്ച് കാര്യങ്ങള് നിന്നോട് പറയാൻ പറ്റുമല്ലോ. എന്താ? അംബിക പറഞ്ഞ കുറച്ച് കാര്യങ്ങള് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഓരോരുത്തർക്കും ഓരോ കുടുംബമാവും. അമൃതയ്ക്കിപ്പോ ഒരു കുടുംബം ആവാൻ പോവുക. അവളുടെ സ്വാതന്ത്ര്യത്തില് നിങ്ങള് ഒരു തടസ്സം ആവരുത്. അംബികയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അംബികയ്ക്ക് മാത്രമല്ല, സുമേഷിനും. കല്യാണം കഴിഞ്ഞ അമൃത താമസിക്കേണ്ടത് സുമേഷിന്റെ വീട്ടിലല്ലേ? പക്ഷേ അവൾ അതിന് തയ്യാറല്ല. നിങ്ങൾ കാരണമാണ് അമൃത അതിന് സമ്മതിക്കാത്തത്. അമൃതയെ ദുബായിക്ക് കൊണ്ടുപോകണമെന്നുണ്ട് സുമേഷിന്. പക്ഷേ അവൾക്ക് പോകാൻ സമ്മതമല്ല. അതിനും തടസ്സം നിങ്ങളാ. എന്തിനാ കൂടുതൽ പറയുന്നത്? കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്കെങ്കിലും മധുവിധം ആഘോഷിക്കണ്ടേ അവർക്ക്? നിങ്ങൾ 4 മുതിർന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഒരു ഹണിമൂൺ ട്രിപ്പ് പോണോന്ന് വെച്ചാ നിങ്ങളുള്ളത് കൊണ്ട് അത് നടക്കുവോ? ഇനി അഥവാ നടന്നാൽ തന്നെ നിങ്ങളെക്കുറിച്ചും ഹോട്ടലിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തയായിരിക്കും അമൃതയുടെ മനസ്സ് നിറയെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങള് അമൃതയ്ക്കൊരു ബാധ്യതയാവരുതെന്ന്. അമൃത നിങ്ങളുടെ അമ്മയുടെ സ്ഥാനമുള്ള മൂത്ത ചേച്ചിയാ. പക്ഷേ അവൾക്കും കാണില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. അത് തല്ലിക്കെടുത്താൻ പോകുന്നത് നിങ്ങളാ. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അപകടവും അത് തന്നെയാ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അമൃതയുടെ മനസ്സിലും ഈ ചിന്തകളൊക്കെ ഉണ്ട്. നിങ്ങൾ അനിയത്തിമാര് കാരണമുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ നിരാശയോടെ അമൃത സുമേഷിനോട് പറഞ്ഞിട്ടുമുണ്ട്. അമൃതേച്ചി അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാതിരിക്കണ്ട. പക്ഷേ മോൾ ഇതൊന്നും അമൃതയെ അറിയിക്കാതെ, എന്നെ കണ്ടെന്ന് പോലും പറയാതെ അവളുടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവളുടെ ഓരോ പെരുമാറ്റത്തിലും മോൾക്കത് ബോധ്യപ്പെടും. അമൃത അറിയാതെ അവളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവളുടെ ജീവിതത്തിലെ ഒരു തലവേദനയാണ് നിങ്ങൾ 4 പേരുമെന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. ഓഹ്, നല്ല തലവേദന. അമ്മ പോയി ഡോക്ടറെ ഒന്ന് കാണട്ടെ. എന്തു പറ്റിയാനൊക്കെ ഇന്ന് വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഒന്നിനൊരു ഉത്സാഹമില്ലായ്മ. കുട്ടികൾ റാങ്ക് ലിസ്റ്റിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും
മനസ്സ് തുറന്ന് നീ ഒന്ന് ചിരിച്ചില്ലല്ലോ, എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. ഇതെല്ലാവരുടെ സ്ഥിരം ഭാഷയാ. മനസ്സിൽ ഒരുപാട് വിഷമമുള്ളപ്പോഴാ നമ്മൾ ഒന്നുമില്ലാന്ന് പറയുന്നേ. നിന്റെ മുഖം ഒന്ന് വാടിയാ എനിക്കറിയില്ലേ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആ ഡോക്ടർ വീണ്ടും അടുത്തുകൂടാൻ വന്നോ? ഏയ് അയാൾ എന്നെ നേരെ പോലും നോക്കാറില്ല ഇപ്പോ. പിന്നെ എന്ത് പറ്റിയെന്ന് പറ, വെറുതെ എന്നെ ടെൻഷൻ എടുപ്പിക്കാതെ. അമൃതേച്ചി കല്യാണം കഴിഞ്ഞാലും ഇവിടെ നിന്ന് പോകണ്ടാന്ന് തീരുമാനിച്ചത് എന്താ? അത് ഞാൻ പണ്ടേ പറയാറുള്ളതല്ലേ. നിങ്ങളെ 4 വിട്ട് എനിക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. അമൃതേച്ചിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഭർത്താവിന്റെ കൂടെ ആഘോഷത്തോടെ ജീവിക്കാൻ? ഇവിടെ എന്താ ആഘോഷത്തിന് കുറവ്? സുമേഷ് ഏട്ടൻ ദുബായിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞല്ലോ, വരില്ലെന്ന് ഞാൻ തീർത്ത് പറയുകയും ചെയ്തു. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദുബായ് പോവാനും അവിടെ ജീവിക്കാൻ ഒരു അവസരം കിട്ടുന്നതും അതൊരു ഭാഗ്യമല്ലേ? നീ ഇപ്പൊ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? എന്താടി നിന്റെ മനസ്സില്? ഇങ്ങോട്ട് നോക്കിക്കേ. നോക്കാൻ കരയാണോ നീ? എന്തുപറ്റി? എന്തു പറ്റീന്ന? ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചേച്ചി എല്ലാ സന്തോഷങ്ങളും ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? എന്തിനാ എന്തിനാ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കണം? നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് ദുബായിലോ അമേരിക്കയിലൊന്നും പോയാൽ കിട്ടില്ല. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ചേച്ചിക്ക് തോന്നുന്നില്ലേ? എന്ത്? ഒരു ജീവിതമുള്ളത് അനിയത്തിമാർക്ക് വേണ്ടി ത്യജിച്ച് ജീവിക്കേണ്ടതാണോ എന്ന്? ഇതേ പെണ്ണെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞാലും എന്റെ രീതികളും സ്വഭാവങ്ങളും ഒന്നും മാറാൻ പോകുന്നില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സോടെ വിഷമിപ്പിക്കാൻ. ഇങ്ങോട്ട് വന്നേ. ആ പിള്ളേര് വലിയ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കാതെ നിന്നെയും കാത്തിരിക്കുക. വാ കഴിക്കാം. വാനൊക്കെ നല്ല കുട്ടിയല്ലേ, വാ. ഏട്ടനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തതാണല്ലേ? എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പോയെന്ന് മാത്രം. ചെന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്തോ ഒരു ദുരൂഹത പോലെ തോന്നി. എന്തൊക്കെയോ അവള് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന പോലെ. ഏട്ടനെന്താ അങ്ങനെ തോന്നാൻ? അല്ല, ദിവ്യപ്രഭ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഒരു ചേർച്ച കുറവ് പോലെ. ചിലപ്പോ എല്ലാം എന്റെ തോന്നലായിരിക്കാം. നിന്റെ തോന്നല് തന്നെയാ. ഒന്നാമത്തെ കാര്യം, നീ മനസ്സുകൊണ്ട് ഇപ്പോഴും അവളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ. ആ അകൽച്ചയൊന്ന് ഒഴിവാക്കി അവളോടൊന്ന് അടുക്കാൻ ശ്രമിച്ചു നോക്ക്. അപ്പൊ ഈ ധാരണ പിശകൊക്കെ മാറും. അമ്മ പറഞ്ഞത് നേര് തന്നെ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ, ഇഷ്ടപ്പെടാതെ പറ്റില്ലല്ലോ. പക്ഷെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ശരിയല്ലാത്തൊരു തോന്നലുണ്ട്. അച്ഛനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോ ആദ്യം അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞു, പിന്നെ അപകടപ്പെടുത്തിയെന്നാക്കി. സത്യത്തില് അവക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതെ ആരോടോ എന്തിനോടൊക്കെയോ ഒരു പക വെച്ച് പുലർത്തുന്ന പോലുണ്ട്. പക്ഷെ അവക്ക് അച്ഛനെന്ന് പറയുന്നത് ജീവനാ. നാടും വിട്ട് വീടും വിട്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ പോലെ ആയിരിക്കില്ല. ജീവിച്ചിരുന്നിടത്തോളം അത്ര കണ്ട് സ്നേഹമുള്ള ആളായിരുന്നിരിക്കും. അതായിരിക്കും ദിവ്യപ്രഭയ്ക്ക് അച്ഛനോട് ഇത്രയും സ്നേഹം. നമ്മുടെ അച്ഛന്റെ പേര് കല്യാണക്കുറിയിലും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അവള്. എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തോണ്ട് കണ്ട ഓർമ്മ പോലും വ്യക്തമായിട്ടില്ലാന്ന് പറഞ്ഞു ഞാൻ. കുറിയടിച്ചപ്പോ മനഃപൂർവ്വം ആ പേര് ചേർക്കാതിരുന്നതാ. എന്റെ മക്കള് മാത്രമായിട്ടാ വളർന്നത്. ഇനിയും അങ്ങനെ മതി. അയാളുടെ പേര് പോലും മറക്കാൻ ശ്രമിക്കുക ഞാൻ. അത്രയ്ക്ക് കരയിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടാവും. ചിലപ്പോ
വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട, ഓർത്ത് വിഷമിക്കുകയും വേണ്ട. എന്റെ മക്കൾക്ക് ഞാനുണ്ട്. അച്ഛൻ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ. ഇനി നിങ്ങളായിട്ട് എന്നെ ഉപേക്ഷിക്കാതിരുന്നാ മതി. അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കാനോ? എന്താ അമ്മ ഈ പറയുന്നത്? ഞങ്ങൾക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛനെ കുറിച്ച് പറയുന്നത് അമ്മയെ വിഷമിപ്പിക്കുമെന്നറിയാം. ഇതിപ്പോ അവള് ചോദിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ. അമ്മേ, എനിക്ക് വിശക്കുന്നു, വന്നേ, ഇങ്ങോട്ട് വാന്ന്. വാ 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 വാ, നടക്ക് നടക്ക് നടക്ക്. ഇതെന്താ നേരെ ഇങ്ങോട്ട് വന്ന്? തന്നെ കാണാനല്ല, പിന്നെ പഞ്ചരത്നത്തിൽ നിന്ന് ഒരു ഊണ് കഴിക്കാന്ന് വിചാരിച്ചു. അതിന് ഊണിന്റെ സമയം കഴിഞ്ഞല്ലോ. എന്നാ ഒരു കപ്പ് കാപ്പി ആയിക്കൂടെ? അതിൽ വിരോധമുണ്ടോ? എന്തായാലും തന്നെ കാണാൻ വന്നൊന്നുമല്ല. എനിക്കറിയാം എന്നെ കാണാൻ വന്നതാന്ന്. അതെങ്ങനെ അറിയാം? ഈ മുഖം കണ്ടറിയാം. കണ്ടാ കൊള്ളാത്തൊരു പെണ്ണിനെ കാണാൻ ഞാൻ ഇതുവരെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കണ്ട കൊള്ളതൊരു ചെക്കന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ദാഹിച്ച് തൊണ്ട വരണ്ടു. അത്രയ്ക്ക് ദാഹിച്ചെങ്കിൽ പുറത്തുനിന്നൊരു നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചൂടായിരുന്നു വല്യച്ചിക്ക്? അതോ അതിനും വിശക്കാണോ? പുറത്തുനിന്ന് ഇനി അമൃത് വാങ്ങി കുടിച്ചാലും ഇവിടെ നമ്മുടെ പഞ്ചരത്നത്തിൽ വന്ന് കുറച്ച് പച്ചവെള്ളം കുടിച്ചാലേ എന്റെ ദാഹം മാറും. ആശ്രമത്തിൽ പോയിട്ട് ചിന്മയി ദേവി എന്തു പറഞ്ഞു? അതൊന്നും വേറെയല്ലേ അനുഭവം. മനസ്സ് പിടച്ചാ ഞാൻ അവിടേക്ക് പോയത്. തിരികെ ഇറങ്ങുമ്പോ ദേവിയെ കണ്ടതിന്റെ ഒരു നിറവും ശാന്തിയും നന്നായി അറിഞ്ഞു. എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഇടയ്ക്ക് ചേച്ചി ദേവിയുടെ അടുത്തൊന്ന് പോണം. അതെ. ആട്ടെ, ഉച്ചയോണ്ട് നന്നായിട്ട് പോയില്ലേ മക്കളെ? വന്നവര് സന്തോഷായിട്ടല്ലേ പോയത്? എല്ലാരും പതിവ് ആൾക്കാരല്ലേ, സന്തോഷായിട്ടല്ലേ പോകത്തുള്ളൂ. പക്ഷേ ഇന്നൊരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട്. അതാരാ? അനഘേച്ചിക്ക് പ്രിയപ്പെട്ട ഒരാള്. ഊണ് കഴിക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഏലക്കേട്ട് നല്ലൊരു ചായ ഇട്ട് കൊടുത്തു. കുടിച്ചോണ്ടിരിക്കോ. എന്നിട്ടെവിടെ? ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. ആളകത്തുണ്ട്. അനഘേച്ചിയുടെ സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒരു പരിഗണന. എന്തിന്? അങ്ങനെ ഒരാളെ അകത്ത് വിളിച്ച് സൽക്കരിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? പഞ്ചരത്നത്തിന്റെ ഊണുമുറി അടുക്കളയും വിട്ട് ആരെ അകത്തേക്ക് വിടരുതെന്ന് ഞാൻ പറഞ്ഞ മറന്നുപോയോ? അയ്യോ, ഇതൊരു പാവം ചേട്ടനാ. അനഘേച്ചിക്ക് വലിയ കാര്യമാ. വല്യച്ചൊന്ന് കണ്ടു നോക്ക്. ആ പ്രകൃതവും പെരുമാറ്റവും ഒക്കെ ആർക്കായാലും ഇഷ്ടപ്പെടും. കുഴപ്പാവോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു. എന്തായിരുന്നു ഈ വരവിന്റെ ഉദ്ദേശം? ഒന്നുമില്ല, ഈ പഞ്ചരത്വം പരിസരമൊക്കെ
ഒന്ന് കാണാന്ന് വിചാരിച്ചു. അയ്യടാ, അതിന് മാത്രം കാണാൻ ഇവിടെ എന്തിരിക്കുന്നു? നിന്റെ മുഖത്ത് കാഴ്ചകളല്ലേ ഉള്ളൂ. ഇത് ചേച്ചിയാണല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വരൂന്ന്. ചേച്ചി, ഇത് വിവേക്. അറിയാം, കുട്ടികൾ പറഞ്ഞു. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല. ഊണ് കഴിച്ചായിരുന്നു? ഇല്ല, ഞാൻ കോഫി കുടിച്ചു. പഞ്ചരത്നത്തിൽ വന്നാ ഞങ്ങളുടെ ഊണ് കഴിക്കണം എന്നാ. ഊണ് സമയം കഴിഞ്ഞെങ്കിലും 1-2 ആൾക്കാർക്ക് കാണും. വാ, അപ്പുറത്തെ ഹാളിലിരിക്കാം. അത് സാരമില്ല, ഞാൻ പിന്നെ ഒരിക്കൽ കഴിച്ചോളാം. കുറഞ്ഞ പക്ഷം ഞങ്ങളുടെ ഹോട്ടലെങ്കിലും കണ്ടിരിക്കണം. വാ, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ ഒരിക്കൽ വന്നോളാം. എന്നാ പിന്നെ പിന്നൊരിക്കൽ വന്നോളൂ. ഇപ്പോ ഇറങ്ങല്ലേ? അമൃതേച്ചി എവിടെയടി? കിച്ചണിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിക്കാൻ കയറി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ചേച്ചിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്? പേരുദോഷം കേൾപ്പിക്കരുതെന്നല്ലേ അമൃതേച്ചി പറഞ്ഞുള്ളൂ. അങ്ങനെ വന്നാ ആരുടെയും കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. പിന്നെ ചേച്ചിക്കിപ്പം സ്വന്തം നിലനിൽപ്പും കാര്യങ്ങളുമാണ് പ്രശ്നം. അതിന് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞു വെച്ചത്. അല്ല, അനഘേച്ചി പറയുന്ന എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്വന്തം കല്യാണത്തിനും ജീവിതത്തിനും ഒരു കുഴപ്പം ഉണ്ടാവുമെന്ന് അമൃതേച്ചി ഭയക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ സുമേഷേട്ടൻ വീട്ടിനകത്തേക്ക് വന്നിട്ടില്ലേ? അഭിയേട്ടൻ അടുക്കള വരെ കയറി വന്നിട്ടില്ലേ? അതൊക്കെ അമൃതേച്ചിയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപല്ലേ. ആ സ്വഭാവമൊക്കെ മാറിപ്പോയ മോളെ. ഇപ്പൊ നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് ചേച്ചിയോട് പറയാതെ ഒരിടത്തും പോവാൻ പറ്റില്ല. എവിടെ പോയാലും കൃത്യസമയത്ത് തിരിച്ചെത്തണം. 10 മിനിറ്റ് വൈകിയ പിന്നെ വഴക്കാം. എന്നാ ചേച്ചി എവിടെ പോയാലും നമ്മളോടത് പറയില്ല. ഇന്ന് രാവിലെ ചേച്ചി എവിടെ പോയതായിരുന്നു? ആരോടെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞു. ചേച്ചി പലതും നമ്മളിൽ നിന്ന് മറക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളെ ഒഴിവാക്കണമെന്നും ആലോചിക്കുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നും അമൃതേച്ചി ചിന്തിക്കോ പ്രവർത്തിക്കോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ആയിട്ട് നിനക്കിത് മനസ്സിലാവാത്തത് ആരാധി എനിക്ക് അത്ഭുതം. ചേച്ചിയെ കുറിച്ചുള്ള നിന്റെ ധാരണ തെറ്റാ. നീ നോക്കിക്കോ, കല്യാണം കഴിയുമ്പോ അമൃതേച്ചി എങ്ങനെയെങ്കിലും നമ്മളെ ഒഴിവാക്കും. ചേച്ചിയുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് നമ്മളിപ്പോ.